ഹായ് വിജയകുമാർ. നമ്മൾ സ്റ്റണ്ട് നടത്തിയിട്ടൊക്കെ കുറെ ദിവസമായി. ഞാനിങ്ങനെ ആലോചിക്കാം സ്റ്റണ്ട് അവിടെ പോയിന്ന്. ഓക്കെ, അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ എല്ലാം അനുമതിയോടെ നമ്മൾ ഇവിടെ ആരംഭിക്കുന്നു ഇലക്ഷൻ സ്റ്റണ്ട്. ഇന്ന് ഈ നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമായിരുന്നല്ലോ. ആ നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസത്തിൽ സത്യത്തിൽ വലിയ ശബ്ദകോലാഹലമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇത്രയും വിവാദങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗിന്റെ തലേ ദിവസം കൂടുപൊട്ടി വന്നത് ഈ അടുത്ത കാലത്ത് ആദ്യം. അതെ അതെ, അപ്പോൾ നമുക്ക് അതിലൂടെ ഒന്ന് യാത്ര ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൽ LDF കൺവീനർ EP ജയരാജൻ BJP-യിൽ ചേരാൻ ഗൾഫിൽ പോയി ചർച്ച നടത്തി. ഇങ്ങനെ പറയുന്നത് ആരാണ്? KPCCയുടെ അധ്യക്ഷൻ K സുധാകരൻ തന്നെയാണ്. പിന്നാലെ BJP-യുടെ കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കറെ EP ജയരാജൻ കണ്ടു എന്ന് വെളിപ്പെടുത്തുന്നത് അധികാര ഇടനാഴിയിലെ ഇടപാടുകാരൻ TG നന്ദകുമാർ. പ്രകാശ് ജാവദേക്കറുമായി K സുധാകരനും രമേശ് ചെന്നിത്തലയും കൂടിക്കാഴ്ച നടത്തിയെന്ന് TG നന്ദകുമാർ, നമുക്ക് ദല്ലാൾ അല്ലേ എന്നൊക്കെ അറിയപ്പെടുന്ന അദ്ദേഹം അവകാശപ്പെട്ടു. ഒപ്പം അദ്ദേഹം മറ്റൊന്നുകൂടി പറഞ്ഞു, ലീഗുമായി സഹകരിക്കാൻ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചതനുസരിച്ച് ശോഭാ സുരേന്ദ്രൻ PK കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ചു എന്നായിരുന്നു ആ ഞെട്ടിക്കുന്ന മറ്റൊരു വെളിപ്പെടുത്തൽ. കഥ ഇവിടെ കഴിഞ്ഞില്ല. TG നന്ദകുമാർ ടിക്കറ്റ് എടുത്ത് നൽകിയതനുസരിച്ച് ഡൽഹിയിൽ പോയെന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നു. EP ജയരാജന്റെ മകനുമായി കൊച്ചി റിനൈസൻസ് ഹോട്ടലിൽ ചർച്ച നടത്തിയെന്ന് പറയുന്നു. മകൻ വാട്സപ്പ് സന്ദേശങ്ങൾ ഇപ്പോഴും അയക്കാറുണ്ടെന്നും ശോഭാ സുരേന്ദ്രൻ പറയുന്നു. ജുഗുപ്സാവകം ഇങ്ങനെ വിശേഷിപ്പിക്കേണ്ട ആരോപണങ്ങളാണ് ഇന്ന് വോട്ടിന്റെ തലേ ദിവസം ഉണ്ടായത് എന്ന് പറയുന്നത് രണ്ടു പക്ഷമില്ല. അപ്പോൾ നമ്മൾ ആരംഭിക്കുന്നു. ഇത്തരം വിവാദങ്ങളൊക്കെ കൂടുപൊട്ടി വന്ന ഈ പകൽ ഒടുങ്ങുമ്പോൾ നമ്മൾ ആരംഭിക്കുന്നു ഇലക്ഷൻ സ്റ്റണ്ട്. വിജയകുമാർ, നമുക്ക് ആദ്യം ഇത്തിരി ഹോട്ടായാലോ? ഹോട്ടാവാം, എന്തിലും ഹോട്ട് വേണമല്ലോ. ഇലക്ഷൻ ഹോട്ട് ആദ്യം. ഇലക്ഷൻ ഹോട്ട്. അപ്പോൾ ഇലക്ഷൻ ഹോട്ടിൽ നമ്മൾ പറയുന്നത് ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നതുപോലെ K സുധാകരൻ ഒരു പേര് വെളിപ്പെടുത്തി. BJP-യിലേക്ക് പോകാൻ ചർച്ച നടത്തിയെന്ന് ശോഭാ സുരേന്ദ്രൻ നേരത്തെ പറഞ്ഞ CPM നേതാവ് EP ജയരാജനാണെന്നാണ് വെളിപ്പെടുത്തൽ. ഷോക്കിംഗ് ആയി. അതെ, ഗൾഫിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. K സുധാകരൻ ഇന്ന് മരുന്ന് കഴിച്ചില്ലെന്ന് തോന്നുന്നു എന്നായിരുന്നു EP ജയരാജന്റെ അതിനുള്ള മറുപടി. എന്നായിരുന്നു പ്രതികരണം അല്ലേ? ഇതിന് പിന്നാലെ ആദ്യം TG നന്ദകുമാർ കുറേയേറെ കഥകളുമായിട്ട് രംഗത്ത് വന്നു. തത്സമയം പല ചാനലുകളും ഇത് സംപ്രേഷണം ചെയ്തു. 24-ഉം സംപ്രേഷണം ചെയ്തു. BJP-യുടെ കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർ EP ജയരാജനെ മാത്രമല്ല K സുധാകരനെയും രമേശ് ചെന്നിത്തലയും കണ്ടു എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. പിന്നാലെ EP ജയരാജന്റെ മകനുമായി കൂടിക്കാഴ്ചയെക്കുറിച്ച് പറഞ്ഞ് ശോഭാ സുരേന്ദ്രനും കളം നിറഞ്ഞു. അപ്പൊ ആദ്യം വന്നു, പരിചയപ്പെട്ടു. വ്യക്തിപരമായി രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ള രീതിയിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ പൊളിക്കാനും മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഉന്നതനായിട്ടുള്ള നേതാവ് കണ്ണൂർക്കാരനെ BJP-യിൽ ചേർക്കാനും ആണ് ദല്ലാൽ നന്ദകുമാർ ഞാനുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചത്. ഇത് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതാരാണെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ലാത്തത് കണ്ണൂരെ UDF സ്ഥാനാർത്ഥി K സുധാകരനാണ്. EP ജയരാജനാണ്. ചർച്ച നടന്നു ഒരു പരിധി വരെ എല്ലാം കടന്നങ്ങോട്ട് എത്തിയപ്പോൾ പാർട്ടിയിൽ നിന്ന് ഭയങ്കരമായ ഭീഷണി ജയരാജനെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം പുള്ളി പിന്നോട്ട് മാറിയിട്ടുണ്ട്. ചർച്ചയിൽ പങ്കെടുത്തത് ശോഭാ സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖറും. ഓഫറുകൾ എന്തൊക്കെ? പാർട്ടി വിടാൻ EP-യെ പ്രേരിപ്പിക്കുന്നത് എന്ത്? K സുധാകരന്റെ വാദങ്ങൾ ഇങ്ങനെ. ചർച്ച ഈ ശോഭ മുഖാന്തരം നടത്തിയ ചർച്ച നടന്നു. ചന്ദ്രശേഖരനും ഗൾഫിൽ വെച്ചാണ് നടത്തിയത്. അതിനൊരു മധ്യവർത്തിയുണ്ട്. മധ്യവർത്തി തന്നെ നമ്മളിലൊക്കെ പറഞ്ഞ വിഷയമാണ്. മധ്യവർത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഗവർണർ സ്ഥാനത്തെക്കുറിച്ചാണ് ചർച്ച നടത്തിയത്. രാജശേഖർ അടക്കം ചർച്ച നടത്തി പങ്കെടുത്തിട്ടുണ്ട്. കടുത്ത ഭാഷയിൽ മറുപടിയുമായി LDF കൺവീനർ EP ജയരാജൻ K സുധാകരനെതിരെ മാനനഷ്ട കേസ് നൽകും. എനിക്ക് BJP-യിലേക്ക് RSSയിലേക്കും പോട്ട ആവശ്യമൊന്നും എനിക്കില്ല. ഞാൻ അവർക്കെതിരായി പൊരുതി വന്നവനാണ്. ഈ രാജ്യത്തിൻ്റെ അഭിമാനം, രാഷ്ട്രീയ മര്യാദ, രാഷ്ട്രീയ അന്തസ് കളഞ്ഞു കുളിക്കാൻ ഒരാളെയും സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ സുധാകരനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നടപടി സ്വീകരിക്കുകയാണ്. എല്ലാവരുടെയും ആരോപണങ്ങളിൽ പ്രധാന പേരുകാരൻ TG നന്ദകുമാർ. ഇതോടെ BJP-യുടെ കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർ EP ജയരാജനെ കണ്ടതായി നന്ദകുമാർ വെളിപ്പെടുത്തുന്നു. തൃശൂരിൽ BJP-യെ ജയിപ്പിക്കാൻ സഹകരിച്ചാൽ ലാവ്ലിൻ കേസ് എഴുതിത്തള്ളാമെന്ന് വാഗ്ദാനം. എന്തെങ്കിലും ഒരു ചാൻസ് ഞങ്ങൾക്ക് ഒരു സീറ്റ് പിടിക്കാം, എന്ത് വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാർ. SNC ലാവ്ലിൻ കേസ് I am fight SNC, but I am ready to concede. What base you concede in Supreme Court? Tell me, this is EBAP? Yes, you don't worry at all.
വാഗ്ദാനം EP ജയരാജൻ പൂർണ്ണമായും തള്ളിയെന്ന് അവകാശപ്പെടുന്ന നന്ദകുമാർ മറ്റു ചില പേരുകൾ കൂടി പറഞ്ഞു. കെ സുധാകരൻ BJPയിൽ ചേരാൻ സമ്മതം മൂളിയ സമയത്താണ് KPCC അധ്യക്ഷ പദവി കിട്ടിയത്. രമേശ് ചെന്നിത്തല 45% സമ്മതം അറിയിച്ചതാണ്. ഇന്നത്തെ കളി ആ വഴിക്ക് നീങ്ങുന്നതിനിടെ ശോഭാ സുരേന്ദ്രൻ വീണ്ടും എത്തി. ഒരാള് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് വാങ്ങി തന്നത് പോലും ഞാൻ എൻ്റെ ഭൂമി 8 സെന്റ് ഭൂമി വിറ്റ് അതിൽ നിന്ന് കുറയ്ക്കാമെന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ ഇങ്ങനെ സമൂഹ മധ്യത്തിൽ വന്നിരുന്ന് അധിക്ഷേപിക്കുമ്പോൾ അയാളുടെ നിഴലിൽ നിന്നുകൊണ്ടുള്ള ഈ കളിയുണ്ടല്ലോ, അത് എന്താണെങ്കിലും ഞാൻ അതിനെ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണ്. ഡൽഹി യാത്രയ്ക്ക് ടിക്കറ്റ് എടുത്ത് വാട്സാപ്പിൽ അയച്ചത് TG നന്ദകുമാർ. EP ജയരാജനെ നേരിൽ കണ്ടത് കൊച്ചിയിലെ റിനൈസൻസിൽ. EP-യുടെ മകൻ എന്തിനാണ് വാട്സാപ്പിൽ സന്ദേശമയച്ചതെന്ന് ശോഭാ സുരേന്ദ്രന്റെ ചോദ്യം. എന്നെ അറിയാത്ത കണ്ണൂർക്കാരനായിട്ടുള്ള ബഹുമാനപ്പെട്ട ജയരാജന്റെ മകന് എന്തിനാണ് ശോഭാ സുരേന്ദ്രന്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുന്നത്? ഈ ജയരാജന്റെ മകനെ ഞാൻ കാണുന്നത് 18-ാം തീയതി ജനുവരി മാസം 2023 അത് എറണാകുളത്തെ റിനൈസൻസ് ഹോട്ടലിൽ വെച്ചാണ്. കേരളത്തിൽ 2 പതിറ്റാണ്ടായി ഉയരുന്ന വിവാദങ്ങൾക്കൊപ്പം എല്ലാം കേൾക്കുന്ന പേരാണ് നന്ദകുമാറിന്റേത്. ലക്ഷ്യം എന്താണെന്നതിൽ തീർച്ചയില്ലെങ്കിലും ഒരു കാര്യം എല്ലാവരും സമ്മതിക്കുന്നു: ഇവരെല്ലാവരും പരസ്പരം കാണുകയും ചർച്ചകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പൊതുപ്രവർത്തകരുടെ കൂടിക്കാഴ്ചകൾ എന്തിനു വേണ്ടിയാണെന്നറിയാനുള്ള അവകാശം ഏതായാലും പൊതുജനത്തിനുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കണ്ണൂർ. എന്തായാലും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിവാദമാണ്. അത് വോട്ടെടുപ്പിന് അതിലൊരു തമാശ ഉണ്ട്. അതായത് രമേശ് ചെന്നിത്തല 45% ചേരാൻ തയ്യാറാണ്. ഇതിനകത്ത് ഒരു ശതമാനം കണക്ക് എങ്ങനെ നടന്ന് ഇവിടെ വരെ വന്നു, അങ്ങോട്ട് പോയില്ല. അതോ ഈ കൂടിക്കാഴ്ച നടക്കുന്നതിനിടയ്ക്ക് അത് അളക്കാനുള്ള എന്തെങ്കിലും മിഷൻ ഉണ്ടോ? മാത്രമല്ല ഒരു കാര്യം കൂടി പറഞ്ഞു, EP ജയരാജൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നുകൂടി പറഞ്ഞു ശോഭാ സുരേന്ദ്രൻ അല്ലേ? ഓക്കെ, അല്ലെ തട്ടിക്കളയെന്നുള്ളതല്ല, കുറച്ച് കടന്ന കൈയായിപ്പോയി. എന്തായാലും ഈ വോട്ട് ചെയ്യുന്ന നാട്ടുകാര് അല്ലെ, അവരാകെ ധർമ്മസങ്കടത്തിലായി കാണും. ആരെ വിശ്വസിക്കണം അല്ലേ? എന്തായാലും TG നന്ദകുമാർ കളം നിറയുന്നു എന്നറിയുമ്പോൾ സന്തോഷമുണ്ട്. അപ്പൊ കളിച്ച് അമ്പലമുറ്റത്ത് വരെ കളി തുടങ്ങി അല്ലേ? അതാണ് കളി. അപ്പൊ നമുക്കിനി കാണാം നമുക്ക് വോട്ട് താരം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാം നാളെയാണ് നമ്മുടെ ആളുകളൊക്കെ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. നാളെ വിധിയെഴുത്താണ്. വിധിയെഴുത്തിൻ്റെ പ്രത്യേക പരിപാടി നാളെ രാവിലെ 24 5 മണി മുതൽ തത്സമയം സംപ്രേഷണം ചെയ്തു തുടങ്ങും. ഞാനും S വിജയകുമാറും ഹാഷ്മി താജ് ഇബ്രാഹിമും നമ്മളടങ്ങുന്ന ഈ മൂവർ സംഘം നാളെ രാവിലെ തന്നെ കളി തുടങ്ങും. പ്രേക്ഷകർ ഒന്നിച്ച് ചേരണം. അതിരാവിലെ ഞങ്ങൾ എത്തും. അതിരാവിലെ ഞങ്ങൾ കളം നിറയാനെത്തുമ്പോൾ നിങ്ങളുകൂടി കളത്തിന് മുമ്പിൽ കാണണം അല്ലേ? അതല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ആരെ കണ്ടുകൊണ്ട് കളം നിറയും? അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ, മാത്രമല്ല വിജയകുമാർ, ചില സ്ഥാപനങ്ങളിൽ നിന്ന് ചില ചാനലിൽ നിന്നൊക്കെ വരുന്ന ചില പ്രൊമോകൾ കണ്ടാലേ നമ്മുടേത് കൂത്താണെന്നൊക്കെയാ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കൂത്ത് നടത്തും, അത് ജനങ്ങളുടെ ഭാഷയിലായതുകൊണ്ട് ജനങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ സംഭവിച്ചൊക്കെ അറിയാമല്ലോ, ഓടിപ്പോയി ആൾക്കാരെ മുണ്ടെടുത്തെടുക്കുന്നു, ആൾക്കാർക്ക് ഫലിതം പറയുന്നത്. ബോബനും മോളിക്ക് ആണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൽ ഭയങ്കര ക്ഷാമം, ഫലിതം പറയാൻ സാധനം കിട്ടുന്നില്ല. കൂത്ത് നടത്തിയിട്ട് എന്തിനെ മറ്റുള്ളവരെ കുറ്റം പറയുന്നത്? പോട്ടെ അല്ലേ, പ്രത്യേകിച്ച് നമ്മൾ ഇനി തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വിവാദം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ രാവ് വെളുത്താൽ വിധിയെഴുത്താണ്. നിങ്ങൾക്കറിയാം, സൗഹൃദമെന്നും വിശ്വാസമെന്നും ഒക്കെ വിശേഷിപ്പിക്കുന്ന ചടങ്ങുകളുടെ ദിവസമായിരുന്നു ഇന്ന്. മതമേലധ്യക്ഷന്മാരെ കണ്ടും ദേവാലയങ്ങൾ സന്ദർശിച്ചും വോട്ടർമാർക്ക് സന്ദേശം നൽകാനായിരുന്നു സ്ഥാനാർത്ഥികളുടെ ശ്രമം ഇന്ന്. വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുന്നതിൽ ആരും ഈ രാത്രിയിലും പിന്നിലല്ല. വിജയം ഉറപ്പെന്ന് ആവർത്തിക്കുമ്പോഴും എല്ലാവരും വിശ്രമമില്ലാതെ അവസാനവട്ട ഇടപെടലുകൾ തുടരുകയാണ്. അതെ, ലാസ്റ്റ് ലൈൻ. അതെ, ഓട്ടത്തോടോട്ടം. സ്വീകരണങ്ങളും പ്രവർത്തകരുടെ ആരവങ്ങളുമില്ലാതെ നിശബ്ദമായി വോട്ടുറപ്പിക്കുകയായിരുന്നു ഇന്ന് സ്ഥാനാർത്ഥികൾ. മണ്ഡലങ്ങളിലെ എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും അവസാന ഓട്ടപ്പാച്ചിൽ നടത്തി. ഇടഞ്ഞു നിൽക്കുന്ന സമുദായ നേതാക്കളെ കണ്ട് അനുനയിപ്പിക്കാൻ സ്ഥാനാർത്ഥികൾ ശ്രദ്ധിച്ചു. മതമേലധ്യക്ഷന്മാരുടെ അനുഗ്രഹം തേടി പല മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾ തിരക്കിലായി. മാർക്കറ്റുകളിലും വീടുകളും കേന്ദ്രീകരിച്ചായിരുന്നു തൃശൂരിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ പ്രചരണം. UDF സ്ഥാനാർത്ഥി K മുരളീധരൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി കോട്ടയത്തെ മതമേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തി. ആലത്തൂരിൽ എല്ലാവരും വോട്ടർമാരെ നേരിൽ കാണാനാണ് ഇന്നത്തെ ദിവസം ഉപയോഗിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന തിരക്കിലായിരുന്നു ചില സ്ഥാനാർത്ഥികൾ.
വോട്ടർമാർക്ക് എറണാകുളത്തെ UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ സ്ലിപ്പുകൾ വിതരണം ചെയ്തു. LDF സ്ഥാനാർത്ഥി KJ ഷൈൻ വോട്ടർമാരെ ഒരിക്കൽ കൂടി നേരിൽ കണ്ട് വോട്ടുറപ്പിച്ചു. NDA സ്ഥാനാർത്ഥി KS രാധാകൃഷ്ണൻ മതസ്ഥാപനങ്ങളിൽ സന്ദർശനം നടത്തി. കോഴിക്കോട് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി MK രാഘവൻ നഗരത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെ കണ്ട ശേഷം വോട്ടർമാരെയും കണ്ടു. LDF സ്ഥാനാർത്ഥി ഇളമരം കരീം നഗരമേഖലയിൽ പ്രചരണം നടത്തി. NDA സ്ഥാനാർത്ഥി MT രമേശ്, വൈക്കം മുഹമ്മദ് ബഷീർ, മാമുക്കോയ തുടങ്ങിയവരുടെ വീടുകൾ സന്ദർശിച്ചു. ഇടുക്കിയിൽ തൊടുപുഴ കേന്ദ്രീകരിച്ച് ആളുകളെ നേരിൽ കണ്ട് UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് വോട്ട് തേടി. ചെറുതോണിയിലായിരുന്നു LDF സ്ഥാനാർത്ഥി ജോയിസ് ജോർജ്. NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ SNDP യോഗവുമായി ബന്ധപ്പെട്ട ആളുകളെ നേരിൽ കണ്ടു. കാസർഗോഡ് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ കേന്ദ്രങ്ങളിലും അനാഥ മന്ദിരങ്ങളിലുമായിരുന്നു. LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മരണവീടുകൾ സന്ദർശിച്ചു. 20 സീറ്റുകളിലും വിജയമുറപ്പെന്ന KPCC അധ്യക്ഷൻ K സുധാകരൻ. 20 ഔട്ട് ഓഫ് 20 തന്നെ ഞങ്ങൾ അന്ന് പറഞ്ഞ വാക്കിൽ നിന്ന് 1 ഇഞ്ച് നമ്മൾ വ്യതിചരിച്ചിട്ടില്ല. ഞാനല്ല, കോൺഗ്രസിന്റെ ഒരു നേതാക്കന്മാരും വ്യതിചരിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? എല്ലാവർക്കും ഫുൾ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട്. സംസ്ഥാനത്ത് അട്ടിമറി വിജയം നേടുമെന്നും BJPക്ക് അനുകൂലമായ അടിയൊഴുക്കുണ്ടെന്നും BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. കേരളത്തിൽ അദൃശ്യവും അതിശക്തവുമായ ഒരടിയൊഴുക്ക് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായിട്ട് നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയമാണ് നേടാൻ വേണ്ടി പോകുന്നത്. സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും വലിയ വിജയപ്രതീക്ഷയിലാണ് LDF ക്യാമ്പും. കോൺഗ്രസിന് ആത്മവിശ്വാസം നഷ്ടപ്പെട്ട കോൺഗ്രസ് ആ നിലയിൽ പലരെയും സമീപിക്കാൻ നോക്കുക. അതൊരു സാധാരണ അവരുടെ രീതിയാണ്. ആ രീതിയൊന്നും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ പോകുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നല്ല നിലയിൽ തന്നെ ജയിക്കും. ഏതുതരം അത്തരം കറൻസ് ഉണ്ടായാലും അതിനെ അതിജീവിച്ചുകൊണ്ട് തന്നെ ജയിക്കും. 24 തിരുവനന്തപുരം. അപ്പൊ വിജയകുമാർ, നാളെയാണ് ആ വിധി ദിനം അല്ലേ? നാളെ തീരുമാനിക്കും ഇന്ത്യ ആര് ഭരിക്കണമെന്ന് കേരളത്തിലുള്ള ആൾക്കാർ തീരുമാനിക്കും. 2ാം ഘട്ട പോളിംഗ് ആണ്. 88 മണ്ഡലങ്ങളിൽ നാളെ വിധിയെഴുത്താണ്. നിങ്ങൾക്കറിയുന്ന പോലെ 13 സംസ്ഥാനങ്ങളിലാണ് ഈ പോളിംഗ് നാളെ നടക്കുന്നത്. അപ്പോൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക് ചോദിച്ച വളരെ നിശബ്ദം എന്നൊക്കെ പറയും. അത് അത്രയേ ഉള്ളൂ കേട്ടോ. പക്ഷേ ശബ്ദായമാനമായിരുന്നു ഇന്നത്തെ പകൽ. നിങ്ങൾക്കറിയാം എത്ര വിവാദങ്ങളാണ് കൂടുപൊട്ടി വന്നത്. അവസാന നിമിഷങ്ങളിൽ ഉണ്ടാകുന്ന വിവാദങ്ങൾ ഈ വോട്ടേഴ്സിനെ സ്വാധീനിക്കുമോ? ഒപ്പം മുന്നണികളുടെ അവസാനവട്ട പ്രതീക്ഷകൾ മാറി മറിയുന്നുണ്ടോ? 20-ൽ 20 എന്ന് ആവർത്തിക്കുകയാണ് UDF. LDFിലെ ആവേശ കമ്മിറ്റിക്കാരനായ MLA PV അൻവർ ഇന്ന് അവകാശപ്പെട്ടത് 20-ൽ 18 എന്നാണ്. എവിടെ പോയി? അതെ. അപ്പോ അത്ഭുതങ്ങൾക്കായി കാത്തിരിക്കൂ എന്നാണ് BJP. അടിയൊഴുക്കുകൾ ഉണ്ടെന്നാണ് BJPയുടെ അവകാശവാദം. അത്ഭുതകരമായ അതിശയകരമായ അടിയൊഴുക്കുകൾ ഉണ്ടെന്ന് PK കൃഷ്ണദാസ് പറയുന്നു. 3 മേഖലകളിലെയും വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികളൊപ്പം ചേരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഷെവീദ് റാവുത്തർ, കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടം. ആദ്യം നമുക്ക് ഷെവീദിലേക്ക് പോയല്ലോ. ഷെവീദ് പറയൂ. അപ്പോൾ 3 പേർക്കും ഗുഡ് ഈവനിങ്. പറയൂ, എന്താണ് ഷെവീദ് റാവുത്തർ നമുക്ക് പറയാനുള്ളത്? തലസ്ഥാന നഗരിയിൽ അടിയൊഴുക്കുകൾ ശക്തമാണോ? ഏതോ ബൂത്തിന് മുന്നിലാണ്. ബൂത്തുകൾ സജ്ജമായി തുടങ്ങിയിട്ടുണ്ട്. ബൂത്തുകൾക്ക് മുന്നിലാണ്. ദീപക് ധർമ്മടത്തിന്റെ മുഖത്തൊരു ചെറിയ ചിരിയുണ്ട്. വെരി ഗുഡ് ഈവനിങ്. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ബൂത്തിന് മുൻപിലാണ്, മണക്കാട് സ്കൂളിലെ ബൂത്തിന് മുൻപിലാണ്. നമുക്കറിയാം SKN സൂചിപ്പിച്ചതുപോലെ തന്നെ നിശബ്ദമായിരുന്നില്ല ആ നിശബ്ദ പ്രചരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം വലിയ സന്ദർശനങ്ങൾ നടന്നു, കൂടിക്കാഴ്ചകൾ നടന്നു, അടിയൊഴുക്കുകൾ നിശ്ചയിക്കേണ്ട ചർച്ചകൾ നടന്നു. അങ്ങനെ അതെല്ലാത്തിനും അപ്പുറം വലിയ വിവാദങ്ങൾ നമ്മൾ കണ്ടു. അതിൽ ഏറ്റവും പ്രധാനമായും തിരുവനന്തപുരം മേഖലയിൽ എടുത്തു പറയാനുള്ളത് ശോഭാ സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനത്തിലെ വിവാദങ്ങൾക്കുള്ള മറുപടി നമ്മൾ കണ്ടു. അതിന് പിന്നാലെയാണ് പന്ന്യൻ രവീന്ദ്രന്റെ ഒരു വാർത്താ സമ്മേളനം നമ്മൾ കണ്ടത്. അതിലും സമാനമായ രീതിയിലുള്ള ചില രാഷ്ട്രീയ മുന്നറിയിപ്പുകളും രാഷ്ട്രീയ ഖേദം പ്രകടിപ്പിക്കലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതായാലും അതടക്കമുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ അങ്ങനെ തകൃതിയായി പോവുകയാണ്. എന്തായാലും നാളെ കേരളം പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകുന്നു. 20 മണ്ഡലങ്ങളിൽ നിന്നായി 194 സ്ഥാനാർത്ഥികൾ നാളെ ജനവിധി തേടുകയാണ്. എല്ലാ ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. നമുക്ക് ഈ പോളിംഗ് സ്റ്റേഷനകത്തെ ക്രമീകരണങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. പോളിംഗ് സാമഗ്രികൾ ഏതാണ്ട് ഉച്ചയോടുകൂടി തന്നെ പൂർണ്ണമായും വിതരണം നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ആ രീതിയിലുള്ള ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ
പൂർത്തിയായി. കണക്കുകൾ പ്രകാരം 2,77,47,49,159 വോട്ടർമാരാണ് ഇക്കുറി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത്. അതിൽ 1,43,33,499 പേർ സ്ത്രീകളാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. മാത്രമല്ല പോളിംഗ് ബൂത്തുകളിൽ സുഗമമായ നടത്തിപ്പിനടക്കമുള്ള ആവശ്യങ്ങൾക്കായി എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ 13,272 കേന്ദ്രങ്ങളിലായി ഒരുക്കിയ 25,231 ബൂത്തുകളിൽ വോട്ടെടുപ്പ് പ്രക്രിയകൾ നടക്കും. അതിനായി ഈ പോളിംഗ് ഉദ്യോഗസ്ഥർ ഏതാണ്ട് 1,00,000-ലധികം പോളിംഗ് ഉദ്യോഗസ്ഥരെ ക്രമീകരിച്ചിട്ടുമുണ്ട്. മാത്രമല്ല സ്ത്രീകൾ മാത്രം നിയന്ത്രിക്കുന്ന 437 ബൂത്തുകൾ എന്നതും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രത്യേകതയായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഇപ്പോൾ നമ്മളോടൊപ്പം മണക്കാട് സ്കൂളിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ ചേരുകയാണ്. എല്ലാ ഒരുക്കങ്ങളും അന്തിമഘട്ടത്തിലേക്ക് എത്തി. തീർച്ചയായും എല്ലാ ഒരുക്കങ്ങളും അന്തിമഘട്ടത്തിലേക്ക് എത്തി. പോളിംഗ് സാമഗ്രികളെല്ലാം ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്ത് കഴിഞ്ഞു. എല്ലാ പോളിംഗ് തിരുവനന്തപുരം മണ്ഡലത്തിലെ എല്ലാ പോളിംഗ് ബൂത്തുകളും സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നാളെ വോട്ടെടുപ്പിന് വേണ്ട തയ്യാറെടുപ്പുകൾ പൂർണ്ണമാക്കി ഉദ്യോഗസ്ഥർ കാത്തിരിക്കുകയാണ്. ഈ കൊടും ചൂടാണ്. അപ്പോൾ ഈ എത്തുന്ന വോട്ടർമാർക്കുള്ള പ്രത്യേക ക്രമീകരണമൊക്കെ ഇവിടെ കാണാം. തീർച്ചയായിട്ടും ഇവിടെ നിലവിൽ ഈ വർഷം ഈ കൊടും ചൂട് മാത്രം പ്രമാണിച്ച് തന്നെ എല്ലാ സ്ഥലങ്ങളിലും വോട്ടേഴ്സിന് ക്യൂ നിൽക്കുന്നതിന് തണൽ പന്തൽ ഒരുക്കുന്നതിന് വേണ്ട സജ്ജീകരണം പോലും ഇലക്ഷൻ കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് നമ്മൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ എണ്ണം നോക്കിയാൽ 30,228 അതും ഒരു കൗതുകമായി മാറുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന മണക്കാട് സ്കൂളിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. പ്രത്യേക തണൽപന്തൽ അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെയും ക്രമീകരിച്ചിട്ടുണ്ട്. കുടിവെള്ള സംവിധാനം അടക്കം ഇക്കുറി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പുവരുത്തുന്നു എന്നുള്ളതും നമുക്കറിയാം. കൊടും ചൂടാണ്. സ്ഥാനാർത്ഥികൾ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. പൊരിവെയിലത്തായിരുന്നു ആ തെരഞ്ഞെടുപ്പ് പ്രചരണം അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കിയത്. പക്ഷേ വോട്ട് ചെയ്യാൻ വരുന്ന ജനങ്ങൾക്ക് അവർക്ക് സുഖമായി വോട്ട് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഒരു വശത്ത് രാഷ്ട്രീയ വിവാദങ്ങൾ ഇങ്ങനെ ആളിക്കത്തുന്നു. അതിന് ഈ അവസാന നിമിഷം പോലും അവസാന മണിക്കൂറുകൾ പോലും ഒരു തരത്തിലുള്ള മാറ്റവുമില്ല. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. വലിയ സുരക്ഷയും ഇക്കുറി കേരളത്തിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അങ്ങനെ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചു എന്ന് ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട്. 75% ബൂത്തുകളിലുമായി തത്സമയ നിരീക്ഷണ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അക്കാര്യത്തിലും എല്ലാ തരത്തിലുള്ള സൂക്ഷ്മതയും പുലർത്തിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നുണ്ട്. അങ്ങനെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പോളിംഗ് ചെയ്തതിനോട് എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇനി മണിക്കൂറുകൾ മാത്രം ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ. അതിനുശേഷം ആര് ഇന്ത്യ ഭരിക്കണം എന്നുള്ളതിൽ കേരളത്തിന്റെ വിധിയെടുത്ത് നമുക്ക് കാണാം. നമുക്കറിയാവുന്നതുപോലെ തന്നെ 3 മുന്നണികളും ശക്തമായിട്ടുള്ള വലിയ രാഷ്ട്രീയ പ്രാധാന്യങ്ങൾ നേടിയിട്ടുള്ള BJP അവർ പറയുന്നത് എല്ലാ തരത്തിലും ഒരു അട്ടിമറി വിജയം പല മണ്ഡലങ്ങളും തങ്ങൾ നടത്തുമെന്ന് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ്. അങ്ങനെ രാഷ്ട്രീയമായി പ്രാധാന്യം കൂടിയുള്ള തെരഞ്ഞെടുപ്പിൽ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി. ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. നാളെ രാവിലെ 7 മണി മുതൽ വോട്ട് ചെയ്ത് തുടങ്ങാം. ഓക്കെ, താങ്ക് യു ഷഫീദ് റാവുത്തർ. വിജയകുമാർ, ഇനി നമുക്കൊന്ന് വടകരയ്ക്ക് പോയാൽ അതിശക്തമായ മത്സരം നടന്ന മണ്ഡലമാണല്ലോ. അപ്പൊ ഇന്ന് നിശബ്ദ പ്രചാരണമായിരുന്നു. അവിടെ ശബ്ദായമാനമായ അന്തരീക്ഷവും ഉണ്ടായിരുന്നു. അപ്പൊ ഒരു കാര്യം ചെയ്യും, അവിടെ ദീപക് തർമ്മട എത്തിയിട്ടുണ്ട്. ദീപക് തർമ്മട നമുക്കൊപ്പം ചേരുന്നു. ദീപക്, വടകരയിൽ വഴി നടക്കുമ്പോൾ എന്തൊക്കെയാണ് അല്ലെ അറിയാൻ കഴിഞ്ഞത്? കേട്ടതും കണ്ടതും എന്താണ് പറയൂ. വെരി ഗുഡ് ഈവനിങ്. തെരഞ്ഞെടുപ്പിന്റെ ഉത്സവം, ആ ജനാധിപത്യത്തിന്റെ ഉത്സവം നാളെയാണ്. പക്ഷേ എന്നാൽ അതിന്റെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിന്റെ തത്സമയ ദൃശ്യങ്ങളാണ്. ആദ്യം രാജേഷ് വെള്ളരിക്കുണ്ടിന്റെ ക്യാമറ മാത്രമല്ല, ഇവിടെ ഇതാ ഇലക്ഷൻ കമ്മീഷന്റെ ഒരു ക്യാമറ കാണാം. എല്ലാ ബൂത്തിലും ഇതുപോലെ ഇലക്ഷൻ കമ്മീഷന്റെ ക്യാമറ ഉണ്ട്. നമുക്ക് നേരെ ഇങ്ങോട്ടേക്ക് പാൻ ചെയ്താൽ കാണാം, ഇതാ ജനാധിപത്യം സൂക്ഷിക്കേണ്ട തെരഞ്ഞെടുപ്പിന്റെ പെട്ടിയാണിത്, ഇലക്ട്രോണിക് ബാലറ്റ് പെട്ടി. ഇപ്പുറത്തേക്ക് കാണാം നമുക്ക് കുറെ അധ്യാപകർ, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. ഇവിടെയാണ് നമ്മളെ വോട്ടിംഗ് രേഖപ്പെടുത്തുന്നത്. രഹസ്യ സ്വഭാവത്തിൽ വോട്ടിംഗ് രേഖപ്പെടുത്താനുള്ള സൗകര്യം ഇന്ന് ഇപ്പോൾ നടക്കുന്നത്. നാളെയാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ എങ്കിലും അതിന്റെ മുന്നൊരുക്കങ്ങളാണ്. എവിടം വരെ ആയി ഇപ്പോൾ? ഏകദേശം കഴിയാനായിട്ടുണ്ട് ഒരുക്കങ്ങളൊക്കെ. എത്ര മണിക്കാണ് ആദ്യം മോക്ക് പോളിംഗ്, അത് കഴിഞ്ഞ് പെട്ടി സീല് ചെയ്യൽ? 9:30, പിന്നെ 5:30 മോക്ക് പോളിംഗ്. അതിനുശേഷം 7 മണിയാകുമ്പോഴത്തെ നമ്മൾ സീലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് 7 മണിക്ക് കൃത്യം വോട്ടെടുപ്പ്. 7 മണിക്ക് ആദ്യ വോട്ടർ വോട്ട് ചെയ്യാൻ എത്തുന്ന സാഹചര്യത്തിലായിരിക്കും. ഓക്കെ. എങ്ങനെയാ പക്ഷേ കാര്യങ്ങൾ ഏകദേശം അവസാന ഘട്ടത്തിലാണ്. നമ്മളെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഈ ബൂത്ത് ഏജന്റുമാരൊക്കെ വന്ന് അവരുടെ അപേക്ഷാപൂർവ്വങ്ങളൊക്കെ പൂരിപ്പിച്ച് തന്നിട്ടുണ്ട്. ടീച്ചറോടൊന്നും ചോദിച്ചില്ല? ടീച്ചർ സുഖമായിട്ട് പോകുന്നു. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോകുന്നതെല്ലാം. SKN വളരെ സിസ്റ്റമാറ്റിക്കായി ഒരു ബൂത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നടത്തി കഴിഞ്ഞിരിക്കുന്നു. നമുക്കിനി ബൂത്തിൽ നിന്നും പുറത്തേക്ക് പോകണം രാജേഷ്, അല്ലെങ്കിൽ രാഷ്ട്രീയം ബൂത്തിനകത്ത് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് SKN ബൂത്തിന് പുറത്തേക്ക് പോവുകയാണ്. നമ്മൾ ബൂത്തിന് പുറത്ത് നിന്ന് പറയുമ്പോൾ വടകര അക്ഷരാർത്ഥത്തിൽ, ഞാൻ നേരത്തെ എല്ലാ ദിവസങ്ങളിലും പറയാറുള്ളതാണ്, ഈ കളരിയുടെ അങ്കത്തട്ടാണെന്ന്. അതിനേക്കാൾ വലിയ അത്രയ്ക്കും വലിയ വീറും വാശിയുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത്
എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ഒരു ഭാഗത്ത് രണ്ട് പക്ഷത്തും ആ മുന്നണിക്ക് നൽകാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ ഇറക്കിയിരിക്കുകയാണ്. കെ ശൈലജ ടീച്ചർ വലിയ ആവേശം തീർക്കുകയാണ്. ഒരു ഭാഗത്ത് അത്തരത്തിലുള്ള പ്രചരണമായിരുന്നു കണ്ടത്. ഇന്ന് നിശബ്ദ പ്രചരണത്തിലും അങ്ങനെ തന്നെയായിരുന്നു. മറ്റൊന്ന് ഷാഫി പറമ്പിൽ, അതായത് UDFന്റെ സിറ്റിംഗ് സീറ്റ് വടകര മണ്ഡലം ഏതർത്ഥത്തിലും പിടിക്കും എന്നുറപ്പിച്ചാണ് ഇടതുമുന്നണി. എന്നാൽ വിട്ടുകൊടുക്കില്ലെന്ന വാശിയിലാണ് UDFും. ഏതായാലും SKN വടകരയിൽ ഇക്കുറി കാര്യങ്ങൾ പ്രവചനാതീതമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് വസ്തുത. SKN വിജയകുമാർ. യെസ്, വടകരയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കായിരുന്നു ദീപക്. അവിടെയൊക്കെ SK നിന്ന് രാവിലെ തന്നെ ഈ സാമഗ്രികളൊക്കെ വാങ്ങി ആളുകൾ ബൂത്തിലേക്ക് പോയി. ബൂത്തെല്ലാം സജ്ജമാണ്. ഇനി രാവിലെ 6 മണിക്ക് മോക്ക് പോളിംഗ്, 7 മണിക്ക് വോട്ട് ചെയ്യാൻ നമ്മൾ നേരത്തെ തന്നെ ക്യൂ നിൽക്കണം. കാരണം എനിക്ക് തോന്നുന്നത് ഈ വെയില് ഉറക്കുന്നതിന് മുമ്പ് അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് രാവിലെ തന്നെ എല്ലാവരും വോട്ട് ചെയ്യും. നമ്മൾ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അപ്പൊ നിങ്ങളൊക്കെ നേരത്തെ ചെന്ന് ക്യൂ നിന്ന് 7 മണിക്ക് അങ്ങ് തുടങ്ങണം അല്ലേ? നേരത്തെ അങ്ങ് വോട്ട് ചെയ്ത് തീർക്കുക. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ കൊച്ചിയിൽ എന്താ നടക്കുന്നത് ചോദിക്കാം. കൊച്ചി നഗരത്തിൽ നിന്ന് വിഷ്ണു സുരേഷ് കൂടി നമുക്കൊപ്പം ചേരുന്നു. വിഷ്ണു, പറയൂ വിവരങ്ങൾ. SKN മധ്യ കേരളത്തിലെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഞാൻ നിലവിലുള്ളത് തൃക്കാക്കരയിലാണ്, ഭാരത് മാതാ കോളേജിലെ ബൂത്തിലാണ്. 3 ബൂത്തുകൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിന്റെ അവസാനവട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കുന്ന നടപടിയിലാണ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉള്ളത്. 3 ബൂത്തുകളിലായി ഏകദേശം 2000-ലധികം വോട്ടർമാർ ഈ ബൂത്തിലേക്ക് എത്തും വോട്ട് ചെയ്യാൻ. അവർക്ക് വേണ്ട പ്രത്യേക ക്രമീകരണങ്ങൾ എല്ലാം ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കനത്ത ചൂടാണ്, അതുകൊണ്ട് ഈ ചൂടത്തും ആളുകൾക്ക് ഇവിടെ വന്ന് സുഖമായി ക്യൂ നിന്ന് വോട്ട് ചെയ്യുന്നതിന് ഒരു പന്തൽ ഉൾപ്പെടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ കൃത്യമായി ബൂത്തുകൾ തിരിച്ചിട്ടുണ്ട്. അതിന്റെ ഏറ്റവും അവസാനവട്ട ഒരുക്കത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. മധ്യ കേരളത്തിലേക്ക് രാഷ്ട്രീയപരമായി ചർച്ച ചെയ്യുകയാണെങ്കിൽ മധ്യ കേരളം എപ്പോഴും UDFന് ശക്തമായ മേൽക്കൈയുള്ള പ്രദേശമാണ്. UDF എല്ലാ കാലത്തും മധ്യ കേരളത്തിൽ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019-2014 UDFന് വലിയ രീതിയിൽ തുണച്ച ഒരു മേഖലയാണ് മധ്യ കേരളം. അവിടെ ഏറ്റവും ഗ്ലാമർ പോരാട്ടങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. തൃശ്ശൂര്, അതോടൊപ്പം കോട്ടയം, ഇടുക്കി പോലുള്ള മണ്ഡലങ്ങളിലെല്ലാം ശക്തമായ മത്സരം നടക്കുന്നു. കോട്ടയത്തെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ കേരള കോൺഗ്രസ് തമ്മിലാണ് പോരാട്ടമെങ്കിലും അവിടെ തുഷാർ വെള്ളാപ്പള്ളി പിടിക്കുന്ന വോട്ട് ഏറെ നിർണായകമാകും. അത് ഏത് മുന്നണിയിലേക്ക് തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ള കാര്യം അവിടെയുണ്ട്. അങ്ങനെ പ്രവചനാതീതമാണ് കോട്ടയത്തെ കാര്യം. തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് തൃശ്ശൂർ പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഏറ്റവും ഗ്ലാമർ പോരാട്ടമെന്ന സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഏറ്റവും ഗ്ലാമർ പോരാട്ടമെന്ന് പലകുറി വിശേഷിപ്പിച്ച തൃശ്ശൂർ മണ്ഡലമുണ്ട്. അവിടെ സുരേഷ് ഗോപിയാണോ, സുനിൽകുമാറാണോ, കെ മുരളീധരനാണോ മുൻതൂക്കം ലഭിക്കുക എന്നറിയേണ്ടതുണ്ട്. എറണാകുളത്തേക്ക് വരുമ്പോഴാണ് ഒരുപക്ഷെ UDFന് വലിയ ആശ്വാസം നൽകുന്ന ഒരു മണ്ഡലം. നമ്മുടെ സർവേയിൽ ഉൾപ്പെടെ ഹൈബീഡിന് വലിയ ഭൂരിപക്ഷം പ്രവചിക്കുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അങ്ങനെയാണ്. പക്ഷേ ഇടതുപക്ഷമാകട്ടെ ഈ UDFന്റെ ഉരുക്കുകോട്ടകളിലെല്ലാം തങ്ങൾ തിരിച്ചു വരുമെന്ന ശുഭാപ്തി വിശ്വാസം അവർ പങ്കുവെക്കുന്നു. 2019 ഒരു സാഹചര്യമല്ല നിലവിൽ. 2019 തങ്ങൾക്കേറ്റ തിരിച്ചടി, തങ്ങൾ എല്ലാ തിരിച്ചടികളും മറികടക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2019 തങ്ങൾക്ക് നഷ്ടപ്പെട്ട സ്ത്രീ വോട്ടുകൾ ഉൾപ്പെടെ തിരിച്ചു വന്നു. അതിന്റെ എല്ലാ ശുഭാപ്തി വിശ്വാസവും LDF ക്യാമ്പിലുണ്ട്. NDA ആകട്ടെ മധ്യ കേരളത്തിൽ നിർണായക ശക്തിയാകാൻ പല മണ്ഡലങ്ങളിൽ അവർക്ക് സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ അവിടെ പിടിക്കുന്ന വോട്ടുകൾ അത് ഇരു മുന്നണികൾക്കും വലിയ, ഒരുപക്ഷെ ശോഭ അട്ടിമറി പോലും പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലം ആണ്. BJP അട്ടിമറി പോലും പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ് ആലപ്പുഴ. കോട്ടയത്തേക്ക് എത്തുമ്പോൾ തുഷാർ വലിയ ഗ്രിപ്പുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി മികച്ച പ്രകടനം പുറത്തെടുക്കാനുള്ള സാധ്യതയുണ്ട്. പാലക്കാട് കൃഷ്ണകുമാർ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ഉള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. അങ്ങനെ 3 മുന്നണികൾക്കും വലിയ, നേരത്തെ UDFന്റെ ഉരുക്കുകോട്ടയം എന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ 3 മുന്നണികൾക്കും നിർണായകമായി ശക്തമായ പോരാട്ടം മധ്യ കേരളത്തിൽ ഉണ്ടാകുമെന്ന ഉറപ്പാണ്. SKN വിജയകുമാർ. പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാനും എനിക്കൊപ്പം S വിജയകുമാറും ഞങ്ങൾ ഇലക്ഷൻ സ്റ്റണ്ട് തുടരുകയാണ്. കാണാം നമുക്ക് വോട്ട് കഥ. നമുക്കറിയാം, ഏതാണ്ട് 1.5 മാസം നീണ്ട പ്രചാരണ കാലയളവിൽ സംസ്ഥാനത്ത് ചർച്ചയായത് 1 ഡസനിലധികം വിഷയങ്ങളാണ്. പൗരത്വ ഭേദഗതി നിയമത്തിൽ തുടങ്ങി മാസപ്പടി വരെ അത് നീണ്ടുകിടക്കുകയായിരുന്നു. ചില മണ്ഡലങ്ങളിൽ പ്രാദേശിക രാഷ്ട്രീയ വിഷയങ്ങൾ ദേശീയ വിഷയങ്ങളെ മറികടന്ന് ചർച്ചയായതും ഈ തെരഞ്ഞെടുപ്പ് കാലം നമ്മൾ കണ്ടു. സുദീർഘമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലയളവ്. അതിനിടയിൽ മുന്നണികളിൽ ആർക്കും വിഷയദാരിദ്ര്യമുണ്ടായില്ല. ഓരോ ദിവസവും ഓരോന്ന് വന്നു വീണു. ചിലത് അവിചാരിതമായി വന്നു വീണതാണെങ്കിൽ മറ്റു ചിലത് ബോധപൂർവം സൃഷ്ടിച്ചെടുത്തതാണ്. പൗരത്വ ഭേദഗതി നിയമമായിരുന്നു LDFന്റെ പ്രധാന പ്രചരണായുധം. ഇത് ഭരണഘടനാ വിരുദ്ധവും ജനവിരുദ്ധ വർഗീയ അജണ്ടയുടെ ഭാഗവുമായ ഒരു
നിയമമാണ്. കേരളം നടപ്പാക്കില്ല എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. ആ നിലപാട് എല്ലാ തരത്തിലും ഉറപ്പിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. സംസ്ഥാന സർക്കാരിനെതിരായ വികാരം ആളിക്കത്തിക്കാനായിരുന്നു UDFന്റെ ശ്രമം. ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പെൻഷൻ മുടക്കവും നികുതി വർധനവും സാമ്പത്തിക പ്രതിസന്ധിയും സപ്ലൈകോയിലെ സാധനങ്ങളുടെ ലഭ്യതക്കുറവും പരമാവധി ചർച്ചയാക്കി. മാസപ്പടി വിവാദവും LDFനെ പ്രതിരോധത്തിലാക്കി. I am 24/7 attacking the BJP and the Chief Minister of Kerala is 24/7 attacking me. So this is a bit puzzling. He says he is fighting ideological battle against the BJP. But I know the BJP because when you fight ideological battle against the BJP, they attack you with everything they have. But there is no attack on the Chief Minister of Kerala. It is not that there are no issues. There are corruption issues. അയോധ്യയായിരുന്നു BJPയുടെ പ്രധാന പ്രചാരണായുധം. മിക്ക മണ്ഡലങ്ങളിലും വിജയിച്ചാൽ കേന്ദ്രമന്ത്രിയാകുമെന്ന പ്രചാരണവും BJP നടത്തി. സ്വാമിയേ ശരണം അയ്യപ്പ പഥനം തിട്ടയിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വടകരയിൽ വ്യക്തിഹത്യയായിരുന്നു ചർച്ചാ വിഷയം. പാനൂരിലെ ബോംബ് നിർമ്മാണവും മരണവും LDFനെതിരെ ഇരു മുന്നണികളും ഉപയോഗിച്ചു. ത്രികോണ പോരാട്ടം നടക്കുന്ന തൃശൂർ ആദ്യാവസാനം സസ്പെൻസ് നിലനിർത്തി. ഇരട്ട വോട്ടും വോട്ടിന് പണവുമായിരുന്നു ആറ്റിങ്ങലിലെ ചർച്ച. കേരള കോൺഗ്രസുകാർ തമ്മിലുള്ള പോരെന്ന നിലയിൽ കോട്ടയം ശ്രദ്ധയാകർഷിച്ചു. റിയാസ് മൗലവി വധക്കേസ് വിധി കാസർഗോഡ് മണ്ഡലത്തിൽ അവസാന ലാപ്പിൽ സജീവ ചർച്ചയായി. ഓരോ മണ്ഡലങ്ങളിലും ദേശീയ സംസ്ഥാന വിഷയങ്ങൾക്കൊപ്പം പലതും കണ്ടു. ഇനി ജനങ്ങളുടെ ഊഴം. സലിം മാലിക്, 24, തിരുവനന്തപുരം. വിജയകുമാർ, എന്തായാലും സാധാരണ പതിവ് രാഷ്ട്രീയ ചർച്ചകളൊന്നും അല്ല ഇത്തവണ ഉണ്ടായത് അല്ലേ? അതെ. ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായി, ആരോപണങ്ങൾ വന്നു, സൈബർ ആക്രമണം, വ്യക്തിഹത്യ, അതൊക്കെ വല്ലാതെ നിരന്തരമായിരുന്നു. അതിനൊന്നും ഒരു പഞ്ഞും ഉണ്ടായില്ല. ഇത്തവണ മുൻപൊന്നും ഇല്ലാത്ത തരത്തിൽ നമ്മുടെ ജനാധിപത്യ പ്രക്രിയ ആകെ ബാധിക്കുന്ന തരത്തിലേക്ക് വഷളാവുകയും നമ്മൾ മൈക്രോഫോൺ ഒരു നേതാവിന്റെ മുമ്പിൽ നീട്ടിയാൽ എന്ത് പറയുമെന്ന് നമുക്കൊരു അല്ലേ പ്രവചനാതീതമായിരുന്നു. ഇനി നമുക്ക് കണ്ടതും കേട്ടതും. കേവലം ചുവരെഴുത്തിൽ നിന്നും മൈക്ക് അനൗൺസ്മെന്റിൽ നിന്നും ഒക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എന്ത് വലിയ മാറ്റമാണ് ഇത്തവണ ഉണ്ടായിരുന്നത്. ഒരു വശത്ത് ആരോപണ പ്രത്യാരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ തുടരുമ്പോഴും മറുവശത്ത് പ്രചാരണം വൻ ആഘോഷമാക്കി. താരസമ്പന്നമായ ഒരു മെഗാ ഷോയുടെ വർണ്ണപ്പൊലിമയാണ് അതിന്. രാഷ്ട്രീയം പറഞ്ഞാൽ പോരാ, അതെല്ലാ തലമുറകളും കേൾക്കാൻ ഇഷ്ടപ്പെടും വിധം പറയണമെന്ന ഒരു തിരിച്ചറിവ് ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാകെ നമ്മൾ കണ്ടു. സംഭവം സൂപ്പറായി. അതെ, കളറായിരുന്നു. സുഹൃത്തുക്കളെ, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി. രാഷ്ട്രീയ പ്രചാരണത്തിന് എന്നും കല തന്നെ മികച്ച മാധ്യമം. പക്ഷേ കാലം മാറുമ്പോൾ കലയും മാറണമല്ലോ. KPSCയുടെ നാടകങ്ങളും വിപ്ലവഗാനങ്ങളും വളർത്തി വലുതാക്കിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേക്കാൾ നന്നായി ആർക്കാണ് അത് മനസ്സിലാവുക? പ്രചാരണത്തിന്റെ വൈബ് മാറ്റാൻ വിപ്ലവഗാനങ്ങൾക്ക് പുതിയ ഭാവം, പുതിയ താളം. നെടുമങ്ങാട് പത്താങ്കലിലെത്തിയ ബിജോയിയെ എതിരേറ്റത് ഒപ്പന സംഘം. മണവാളനായി സ്ഥാനാർത്ഥി. പരമ്പരാഗത രാഷ്ട്രീയ ശൈലികളോട് വിമുഖതയുള്ള ജൻസിയെ ആകർഷിക്കാൻ പാരഡി ഗാനങ്ങളൊന്നും പോരാ. പന്നിന് വേണ്ടി പ്രചാരണ സംഘം ഒരുക്കിയത് കിടിലൻ റാപ്പ്. പ്രചാരണ കോലാഹലത്തിനിടയിൽ രാഷ്ട്രീയത്തെ സംഗീത സാന്ദ്രമാക്കുന്ന ഗസൽ. ഹാർമോണിയം മീട്ടി അലോഷി പാടുന്നു പൊന്നരിവാളം വിളിയിൽ. ആലത്തൂരിനെ ഇളക്കി മറിച്ച ജാസി ഗിഫ്റ്റ്. നിന്റെ കള്ളക്കട കണ്ണിൽ
ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ താഴമ്പൂവോ താമരത്താരോ തേനോ തേനിലാവോ. കോൺഗ്രസിന്റെ സ്വന്തം സെലിബ്രിറ്റിയാണ് രമേശ് പിഷാരടി. വാക്കിന് വാക്ക്, പാട്ടിന് പാട്ട്. പാടുന്ന പിഷാരടിക്കൊപ്പം പെട്ടുപോയ രാഹുൽ മാങ്കൂട്ടത്തിലും PK ഫിറോസും ശബ്ദം പുറത്തുവരാതെ ചുണ്ടനക്കി ഒരു വിധമാണ് കഴിച്ചിലായത്. പ്രസംഗമായിരുന്നെങ്കിൽ ഇരുവരും തകർത്തേനെ. ചിന്ന ചിന്ന ആസൈ ചിറകടിക്കുമാസൈ മുത്ത് മുത്ത് ആസൈ മുടിഞ്ഞു വിട്ട ആസൈ. അങ്ങനെയെങ്കിൽ രാഷ്ട്രീയ വേദിയിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു നിങ്ങളുടെ പ്രിയതാരം ശോഭനയെ എന്ന് രാജീവ് ചന്ദ്രശേഖർ. പാർട്ട് ടൈം അഭിനേതാക്കളായ പന്നിനെയും രാജ്മോഹൻ ഉണ്ണിത്താനെയും മാറ്റി നിർത്തിയാലും മത്സരരംഗത്തുള്ളത് 3 സിനിമാ താരങ്ങളാണ്. പാട്ടും ഡാൻസും കുറയാൻ പാടില്ലല്ലോ. അങ്ങനെയാ കളർഫുൾ പ്രചാരണത്തിന് ഇന്നലെ പാക്കപ്പ്. ജൂൺ 4-ന് ആരാഘോഷിക്കുമെന്ന് കാത്തിരിക്കാം. ഇലക്ഷൻ ഡെസ്ക് 24. എന്തായാലും വിജയ്, ഇത് അക്ഷരാർത്ഥത്തിൽ കളറായി പൊളിച്ച്. ഇത് കേരളത്തിൽ മാത്രമേ കാണുള്ളൂ ഇത്തരം ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ. മാത്രമല്ല എനിക്ക് തോന്നുന്ന കലയുടെ അനന്ത സാധ്യതകളില്ലേ കാര്യം. ആ ജോയിയൊക്കെ ഒപ്പനയ്ക്കകത്ത് കയറി ഇരിക്കുന്ന മണവാളനായിട്ട് ഇരുന്ന് കൊടുത്ത് കളഞ്ഞു. മാത്രമല്ല മുകേഷിന്റെ ഡാൻസ്, സുരേഷ് ഗോപിയുടെ നൃത്തം ഒക്കെ തന്നെ. സുരേഷ് ഗോപിയുടെ ഇന്നലത്തെ നൃത്തം കമ്മീഷണറും കളിയാട്ടവും കൂടെ മിക്സ് ചെയ്ത ഒരു. അപ്പൊ മാത്രമല്ല നമ്മുടെ ഒരാൾ പറഞ്ഞു അത് കണ്ടിട്ട് താങ്കൾ കയറി ഡാൻസ് ചെയ്യല്ലേ. ഇന്നലെ വെച്ച സ്റ്റെപ്പ് ഗംഭീരമായിരുന്നു. അത് വീണ്ടും കാണണമെന്ന് ഇലക്ഷൻ സ്റ്റാൻഡേർഡ് ചില പ്രേക്ഷകർ ആവശ്യം. അടിയിൽ വേറെ ആൾ എഴുതിയായിരുന്നു മേലാൽ അതും കൊണ്ട് ഇറങ്ങരുത്. ഓക്കെ, നമുക്കിനി നോക്കാം ബലാബലം. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടമാണ് നാളെ. ഈ 2ാം ഘട്ടത്തിൽ 13 സംസ്ഥാനങ്ങളിലായി 88 മണ്ഡലങ്ങളാണ് വിധി എഴുതുന്നത്. 1ാം ഘട്ടത്തിൽ പോളിംഗ് ശതമാനം കുറഞ്ഞതോടെ പ്രചാരണ തന്ത്രം അപ്പാടെ മാറ്റിയാണ് BJP 2ാം ഘട്ടത്തിനായി ഒരുങ്ങിയിരിക്കുന്നത്. വിജയകുമാർ, നമ്മളെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി പ്രേക്ഷകർ രാവിലെ പറയുന്നത് കേട്ടു. നമ്മൾ ഒരു മണ്ഡലത്തിൽ എന്താ സംഭവിച്ചത്? തിരഞ്ഞെടുപ്പ് മാറ്റി വെച്ചോ. 89 എന്ന് നമ്മൾ പറഞ്ഞു. ആണോ? അന്വേഷിക്കണം. അത് എനിക്ക് തോന്നുന്നത് 89 മണ്ഡലം ഒരു മരണം നിമിത്തം ഒരു മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് 88 മണ്ഡലങ്ങളിലാണ്. 88 ഉള്ളൂ എന്തായാലും ഉറപ്പിച്ചു. കഴിഞ്ഞ തവണ BJPക്ക് മേൽക്കൈ ലഭിച്ച മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ മുന്നണി. വോട്ടെടുപ്പിനൊരുങ്ങിയ 88 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 64 നേടിയ മേധാവിത്വം BJPക്കുണ്ട്. നാളെ നടക്കാനിരിക്കുന്ന മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് അതുകൊണ്ട് തന്നെ BJPക്ക് ഏറെ നിർണായകമാണ്. എന്നാൽ ഇതിൽ 45ഓളം മണ്ഡലങ്ങളിൽ കടുത്ത പോരാട്ടമാണെന്നും സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നുമാണ് ഇന്ത്യ മുന്നണിയുടെ കണക്ക് കൂട്ടൽ. ഒന്നാം ഘട്ടത്തിനു ശേഷം അടിമുടി ട്രാക്ക് മാറ്റിയായിരുന്നു BJPയുടെ പ്രചാരണം. മോദി ഗ്യാരണ്ടി മാറി മോദിയുടെ പ്രസംഗങ്ങൾ ചർച്ചയായി. വിവാദ പരാമർശങ്ങൾ ആവർത്തിച്ചു. BJP വർഗീയ കാർഡ് ഇറക്കുന്നുവെന്ന പ്രചാരണം കോൺഗ്രസ് ശക്തമാക്കി. कांग्रेस सरकार ने कर्नाटका में जितने भी मुस्लिम समाज के लोग हैं, उच्च वर्ग के होंगे, धनी होंगे, व्यापारी होंगे, उद्योगपति होंगे, न्यायमूर्ति होंगे, कोई भी होंगे, बस सिर्फ मुसलमान होना चाहिए. ये अब मेरा लाइफ का मिशन है. राजनीति में कॉम्प्रोमाइज किया जा सकता है, लाइफ मिशन में कॉम्प्रोमाइज नहीं होता. कि हिंदुस्तान के इंस्टीट्यूशनल स्ट्रक्चर में, हिंदुस्तान की इकोनॉमी में, हिंदुस्तान के जुडिशरी में उनकी कोई जगह नहीं है. BJP കോൺഗ്രസ് നേർക്കുനേർ പോരാട്ടം നടക്കുന്ന കർണാടകയിൽ 14-ഉം രാജസ്ഥാനിൽ 13 മണ്ഡലങ്ങളിൽ നാളെ ജനങ്ങൾ വിധിയെഴുതും. ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും 8 വീതം മണ്ഡലങ്ങളിലും അസമിലും ബീഹാറിലും 5 വീതം മണ്ഡലങ്ങളിലും നാളെ വോട്ടെടുപ്പ് നടക്കും. മധ്യപ്രദേശിൽ 7-ഉം പശ്ചിമബംഗാൾ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ 3 വീതം മണ്ഡലങ്ങളിലുമാണ് 2ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് മണിപ്പൂരിൽ പോളിംഗ് നടക്കുന്ന ബൂത്തുകളിൽ കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. വിദർഭയിലും മറാഠവാഡയിലുമായി ആകെ 8 മണ്ഡലങ്ങളിലാണ് 2ാം ഘട്ടത്തിൽ മഹാരാഷ്ട്രയിൽ വോട്ടെടുപ്പ്. കോൺഗ്രസും BJPയും കനത്ത പ്രചാരണം നടത്തിയ ഇടങ്ങൾ.
OBC വോട്ടുകളും മറാഠ വോട്ടുകളും നിർണായകമാവുന്ന ഈ മണ്ഡലങ്ങളിൽ പ്രകാശ് അംബേദ്കറിന്റെ നിലപാടും മറാഠ സംവരണ പ്രക്ഷോഭവും എന്തു ചലനമുണ്ടാക്കിയെന്ന് വോട്ടിംഗ് ശതമാനത്തിൽ പോലും പ്രതിഫലിക്കും. വിജയകുമാർ, നമ്മൾ ആ കാര്യം അന്വേഷിച്ചോ? മധ്യപ്രദേശിലെ ബുട്ടേൽ എന്ന ഒരു മണ്ഡലമാണ്. അവിടുത്തെ BSP സ്ഥാനാർത്ഥി മരിച്ചിരുന്നു. ദേശീയ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് അവിടുത്തെ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ 89 മണ്ഡലങ്ങളിൽ രണ്ടാം ഘട്ടം നടന്നില്ല. അപ്പൊ 88 പ്രേക്ഷകർക്ക് ഇനി ചില പ്രേക്ഷകരാണ് സംശയം ഉന്നയിച്ചത്. യൂട്യൂബിലൊക്കെ ഒരു സന്ദേശം വന്നിരുന്നു. ഇന്ന് രാവിലെ ഞാനത് പറയുകയും ചെയ്തു. ഒരു സ്ഥലത്തെ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ രണ്ടാം ഘട്ടത്തിൽ 13 സംസ്ഥാനങ്ങളിലായി 88 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കും. നാളെ നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് കേരളം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. നാളെ നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് കടക്കുന്നു. നമ്മുടെ പ്രത്യേക സംപ്രേഷണം രാവിലെ 5 മണിക്ക് ആരംഭിക്കും. ഞാനും S. വിജയകുമാറും മാഷ്മി താജ് ഇബ്രാഹിം അടങ്ങുന്ന മൂവർ സംഘം നാളെ അതിരാവിലെ തന്നെ വരികയാണ്. നിങ്ങൾ നമുക്കൊപ്പം തന്നെ ചേരണം. നമുക്ക് ഒന്നിച്ചൊരു കളി കളിക്കണം. നമ്മൾ നാളെ കളം നിറയും, അല്ലേ? അതെ, ഉറപ്പായും. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നാളെയാണ് നമ്മുടെ പരിപാടി. പക്ഷേ ഇവിടെ ഇതാ വെട്ടൊന്ന്. കൊട്ടിക്കലാശം കഴിഞ്ഞ് പ്രചാരണം നിശബ്ദമായെങ്കിലും വലിയ ശബ്ദകോലാഹലങ്ങളായിരുന്നു ഇന്ന് കേരളത്തിൽ കേട്ടത്. വയനാട്ടിൽ വോട്ടർമാർക്ക് വിതരണം ചെയ്യാൻ എത്തിച്ച കിറ്റുകൾ പിടികൂടി. ആലത്തൂരിൽ LDF സ്ഥാനാർത്ഥിയുടെ അകമ്പടി വാഹനത്തിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെത്തിയെന്ന UDF വാദവും ഏറെ വിവാദമായി ഇന്നത്തെ പകലിൽ. കിറ്റുകൾ വയനാട്ടിൽ BJPക്ക് തലവേദനയായപ്പോൾ ആലത്തൂരിലെ ആയുധങ്ങളാണ് CPIMനെ വലച്ചത്. കേരളം ബൂത്തിലേക്കെത്താൻ ഈ രാത്രി മാത്രമാണ് ബാക്കി. ശബ്ദപ്രചാരണം അവസാനിച്ചുവെങ്കിലും വിവാദങ്ങൾ തീരുന്നില്ല. ഭക്ഷ്യവസ്തുക്കൾ അടങ്ങിയ കിറ്റിലാണ് വയനാട്ടിൽ വാദപ്രതിവാദങ്ങൾ ശക്തമായത്. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഇന്നലെയാണ് 2 വാഹനങ്ങളിലും ഭക്ഷ്യോൽപ്പന്ന വിതരണ കേന്ദ്രത്തിൽ നിന്നും കിറ്റുകൾ പിടികൂടിയത്. ആദിവാസി കോളനികളിൽ വിതരണം ചെയ്യാൻ BJP തയ്യാറാക്കിയ കിറ്റുകളെന്ന് LDFും UDFും ആരോപിച്ചു. കിറ്റുകൾക്ക് BJPയുമായി ബന്ധമില്ലെന്നും ഒരു വിശ്വാസിയുടെ വഴിപാട് നേർച്ചയാണ് BJPയുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത് എന്നും NDA സ്ഥാനാർത്ഥി K. സുരേന്ദ്രൻ. ഇവിടെ ഒരു ക്ഷേത്രത്തിൽ ഒരു ഭക്തൻ അദ്ദേഹത്തിൻ്റെ ഗൃഹപ്രവേശത്തോടനുബന്ധിച്ച് അവിടെയുള്ള വിശ്വാസികൾക്ക് വിതരണം ചെയ്യാനായിട്ട് ഒരു വഴിപാട് നേർന്ന കാര്യമാണ് BJPയുടെ തലയിൽ അട്ടിമറിച്ചിരിക്കുന്നത്. BJPയെ നിങ്ങൾ ആക്ഷേപിച്ചുള്ളൂ, LDFും UDFും. പക്ഷേ ഒരു കിറ്റ് വിതരണം എന്നുള്ളത് പുറത്തു വന്നപ്പോൾ അത് മുഴുവൻ ആദിവാസി കോളനികളിലേക്കുള്ളതാണ് എന്നെങ്ങനെയാണ് പറയുന്നത്? വയനാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ ജനാധിപത്യ ബോധത്തെ 200 രൂപയുടെ കിറ്റ് കൊണ്ട് അളക്കുകയാണ് BJP എന്ന് T. സിദ്ദിഖ് MLA ആരോപിച്ചു. BJPയുടെ നോർത്ത് ഇന്ത്യൻ പരീക്ഷണമാണ് വയനാട്ടിൽ നടക്കുന്നതെന്നായിരുന്നു LDF സ്ഥാനാർത്ഥി ആനി രാജയുടെ പ്രതികരണം. എത്തിക്കൽ വിരുദ്ധമല്ല, ഇത് ജനാധിപത്യ പ്രക്രിയയ്ക്ക് തന്നെ വിരുദ്ധമായിട്ടുള്ളതാണ്. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ളതാണ്. അങ്ങനെ ഇതൊരു ക്രിമിനൽ കുറ്റമാണ്. അത് വടക്കേന്ത്യയിൽ പരീക്ഷിച്ച് പലയിടത്തും അവർ വിജയിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. വിവാദങ്ങൾ തുടരുന്നതിനിടെ വൈകിട്ടോടെ വീണ്ടും കിറ്റുകൾ. ഇത്തവണ തെക്കുംതറയിലെ പ്രാദേശിക BJP നേതാവ് VK ശശിയുടെ വീട്ടിൽ നിന്നാണ് തെരഞ്ഞെടുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡ് കിറ്റുകൾ പിടികൂടിയത്. സേവാഭാരതിയുടെ കിറ്റുകളാണെന്നും വിഷുവിന് കിറ്റുകൾ നൽകാറുണ്ട് എന്നും വിശദീകരണം. ഇത് സാധാരണ ഓണത്തിനും വിഷുവിനൊക്കെ സേവാഭാരതി കൊടുക്കുന്ന കിറ്റാണ്. ഇത് ഈ വർഷം എന്ന് പറഞ്ഞാൽ വിഷുവിന് കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ അവരെന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഇനി ഇലക്ഷൻ കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സ്റ്റോക്ക് ചെയ്തു. അത്രയും അത് കാര്യമുള്ളൂ. ആലത്തൂരിലെ ആയുധങ്ങൾ LDFനെയും CPIMനെയും വെട്ടിലാക്കി. ആലത്തൂർ നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി K. രാധാകൃഷ്ണന്റെ പ്രചാരണ വാഹനത്തിന് പുറകിലെ വാഹനത്തിൽ നിന്ന് ആയുധങ്ങൾ ഉപേക്ഷിച്ചുവെന്നാണ് UDF ആരോപണം. മണ്ഡലത്തിൽ UDF പ്രവർത്തകരെ അപായപ്പെടുത്താനും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുമാണ് ആയുധങ്ങൾ എത്തിച്ചതെന്ന് UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ആരോപിച്ചു. കാരണം ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് CPM നേരിട്ട് നടത്തുന്ന ആസൂത്രിതമായിട്ടുള്ള ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. വലിയ ആസൂത്രിതമായിട്ടുള്ളത് ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട്. മന്ത്രിക്ക് നേരിട്ട് പങ്കുള്ളത് തന്നെയാണ് എന്നുള്ളതാണ് അന്വേഷണത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്.
ആയുധങ്ങൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട അവസ്ഥ LDF-നില്ല എന്ന് കെ രാധാകൃഷ്ണൻ പറഞ്ഞു. ബാലറ്റിലൂടെയുള്ള യുദ്ധത്തിനാണ് LDF തയ്യാറെടുക്കുന്നത്. തനിക്കെതിരായി ഉയരുന്നത് വ്യാജ ആരോപണമാണെന്നും മറിഞ്ഞുകിടന്ന തന്റെ ഫ്ലക്സുകൾ കെട്ടാനെത്തിയ പ്രവർത്തകരാണ് കാറിലുണ്ടായിരുന്നത് എന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു. അത് മനഃപൂർവ്വം ഉണ്ടാക്കിയതാ. അതെന്താ വെച്ചാൽ പിന്നെ ഇവരെന്താ വെച്ചാൽ ഇതിന്റെ പുറകെ വാഹനത്തിന്റെ പുറകെ വന്നിട്ട് വല്ല ഈ വിട്ടകത്തിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും വിചാരിച്ച് തെറ്റിദ്ധരിച്ചാലോന്ന് വെച്ചിട്ട് പുറത്തേക്ക് വേണ്ടെന്ന് വെച്ചിട്ട് അവരിവിടെ അത് ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തത്. കിറ്റിലും ആയുധത്തിലും BJP-യും LDF-ഉം പ്രതിരോധമുയർത്തുന്നുണ്ടെങ്കിലും ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളുന്നില്ല ഇരുവിഭാഗങ്ങളും. ഇലക്ഷൻ ഡെസ്ക് 24. ഈ അടുത്ത കാലത്തൊന്നും ഒരു തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസവും ഇത്രയും വിവാദങ്ങൾ ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു എന്റെ ഓർമ്മയിലൊക്കെ ഞാനിന്ന് പരിധി നോക്കിയായിരുന്നു ഈ പരിപാടി സംപ്രേഷണം ചെയ്യുന്നത്. വിവാദങ്ങളും ആരോപണങ്ങളും അത് ഒരു അനർഗള ഒഴുകുകയായിരുന്നു അല്ലേ? ഓക്കെ, ഒഴുകട്ടെ. ഇനി മാന്യ മഹാജനങ്ങളെ, നമ്മൾ ദേശീയ രാഷ്ട്രീയത്തിലേക്കാണ് പോകുന്നത്. വിവാദ പരാമർശം വിടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജസ്ഥാനിൽ ആരംഭിച്ച പരാമർശം മധ്യപ്രദേശ് മൊറേനിയിലെ BJP റാലിയിലും അദ്ദേഹം ആവർത്തിച്ചു. കോൺഗ്രസ് നിങ്ങളുടെ സ്വത്തുക്കൾ സ്കാൻ ചെയ്ത് കണ്ടെത്തും, അത് രാജ്യത്തെ പ്രത്യേക വിഭാഗത്തിന് കൈമാറും. ഇതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശം. രാജസ്ഥാനിലെ പരാമർശത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി ആരംഭിച്ച സാഹചര്യത്തിലാണ് മോദി പരാമർശം തുറന്നുകൊണ്ടേയിരിക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് രാജസ്ഥാനിൽ ആരംഭിച്ചതാണ് പ്രധാനമന്ത്രിയുടെ ഈ പ്രചാരണം. പിന്നീട് അങ്ങോട്ട് ഓരോ റാലികളിലും ആവർത്തിച്ചത് ഇതേ കാര്യം. आपको मंजूर है ये कांग्रेस का मैनिफेस्टो कह रहा है कि वो माताओं बहनों का सोने का हिसाब करेंगे, उसकी जड़ती करेंगे, जानकारी लेंगे और फिर उस संपत्ति को बांट देंगे और उनको बांटेंगे जिनको मनमोहन सिंह जी की सरकार ने कहा था कि संपत्ति पर पहला अधिकार मुसलमानों का है. രാജ്യത്തെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ചാണ് കോൺഗ്രസിന്റെ പ്രചാരണം. നിങ്ങളുടെ സമ്പത്തുകളെല്ലാം കോൺഗ്രസ് സ്കാൻ ചെയ്ത് കണ്ടെത്തും. അത് നിങ്ങളുടെ അലമാരയിലോ അരിപ്പെട്ടിയിലോ എവിടെയാണെങ്കിലും അത് കണ്ടെത്തി പ്രത്യേക വിഭാഗത്തിന് നൽകും. ഇതായിരുന്നു ആ പ്രസംഗം. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ എല്ലാ മുസ്ലിം വിഭാഗങ്ങളെയും OBC-യിൽ ഉൾപ്പെടുത്തി. മറ്റു വിഭാഗങ്ങൾക്ക് നൽകിയിരുന്ന സംവരണമാണ് പൂർണ്ണമായും എടുത്തുമാറ്റി മുസ്ലിം വിഭാഗത്തിന് നൽകിയത്. വോട്ട് ബാങ്ക് മാത്രമാണ് കോൺഗ്രസ് ലക്ഷ്യം. ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ രാജ്യം മുഴുവൻ ഇതേ സംവരണമാകും കോൺഗ്രസ് നടപ്പാക്കുകയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. धनी होंगे, व्यापारी होंगे, उद्योगपति होंगे, न्यायमूर्ति होंगे, कोई भी होंगे, बस सिर्फ वो मुसलमान होना चाहिए. अगर वो मुसलमान है तो उन्होंने रातों रात एक कागज निकालकर हस्ताक्षर करके उन सबको OBC घोषित कर दिया. ഒരാഴ്ചയായി വിവാദ പരാമർശം നടത്തുന്ന പ്രധാനമന്ത്രിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യഘട്ട നടപടിയെടുത്തത് ഇന്നാണ്. പരാമർശത്തിൽ നരേന്ദ്രമോദിയോട് വിശദീകരണം തേടി. പ്രസ്താവനയ്ക്കെതിരെ 20,000-ലധികം പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മാത്രം ലഭിച്ചിട്ടുണ്ട്. നിരവധി പോലീസ് സ്റ്റേഷനുകളിലും പരാതികളുണ്ട്. നേരത്തെ ദൃശ്യങ്ങൾ ഹാജരാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് വിശദീകരണം തേടിയത്. 29-ന് രാവിലെ 11 മണിക്ക് മുൻപായി വിശദീകരണം നൽകാനാണ് നിർദ്ദേശം. വർഗീയ പരാമർശത്തിൽ രാഹുൽ ഗാന്ധിയോടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടിയിട്ടുണ്ട്. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ നൽകിയ പരാതിയിലാണ് നടപടി. ഇലക്ഷൻ ഡെസ്ക് 24. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ഇലക്ഷൻ സ്റ്റണ്ടിന്റെ അവസാന ഘട്ടത്തിലേക്ക്. ഇനി വോട്ടിന്റെ വില. വോട്ട് ചെയ്യാനായി പ്രവാസികൾ കൂട്ടത്തോടെ വോട്ട് വിമാനത്തിൽ നാട്ടിലേക്കെത്തുന്ന കാഴ്ചയാണ് മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. മലപ്പുറം ജില്ലാ KMCC ആണ് പ്രവാസികൾക്ക് വോട്ട് ചെയ്യാൻ ഈ അവസരം ഒരുക്കിയിരിക്കുന്നത്. സിന്ദാബാദ് യുഡിഎഫ് സിന്ദാബാദ് ഐക്യമുന്നണി സിന്ദാബാദ് ഐക്യമുന്നണി സിന്ദാബാദ് രാഹുൽ ഗാന്ധി സിന്ദാബാദ് രാഹുൽ ഗാന്ധി സിന്ദാബാദ് ചലോ ചലോ വടകര ചലോ ചലോ വടകര ഉമ്മമാരെ ഉമ്മമാരെ അമ്മമാരെ ഉമ്മമാരെ. 2-3 വർഷങ്ങൾ കൂടുമ്പോൾ നാട്ടിലെത്തുന്നവർ ജനാധിപത്യത്തിന്റെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ തീയതിയോ വർഷമോ നോക്കാതെ കൂട്ടത്തോടെ നാട്ടിലേക്ക് എത്തുകയാണ്. ദുബായ് KMCC ആണ് UDF വോട്ടർമാർക്ക് നാട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്താൻ അവസരമൊരുക്കുന്നത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ വോട്ടർമാരാണ് കൂടുതലും വോട്ട് ലക്ഷ്യമിട്ട് നാട്ടിലെത്തുന്നത്. ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ
20 സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കുന്നതിന് വേണ്ടി മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും രംഗത്തിറങ്ങുന്ന ഒരു കാഴ്ചയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ പ്രവാസികളും ഏറെ ആവേശത്തിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രവാസി വോട്ടർമാരുള്ള ഒരു ജില്ലയാണ് കോഴിക്കോട് ജില്ല, അതുപോലെ തന്നെ വടകര നിയോജക മണ്ഡലവും. അതിൻ്റെയൊക്കെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വോട്ട് വിമാനം ഇവിടെ ചാർട്ട് ചെയ്തത്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതു മുതൽ വിദേശ രാജ്യങ്ങളിലും പ്രചാരണം സജീവമായിരുന്നു. മണ്ഡലത്തിലെ വോട്ടർമാരെയും കുടുംബങ്ങളെയും സന്ദർശിച്ച പരമാവധി പേരെ നാട്ടിലെത്തിച്ച് വോട്ട് രേഖപ്പെടുത്താനുള്ള ശ്രമം KMCCയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. കൂടാതെ ഓൺലൈൻ പ്രചാരണങ്ങളും ശക്തമായിരുന്നു. 24 മലപ്പുറം. വിജയകുമാർ, നമുക്കിനി ഈ പരിപാടിയുടെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിച്ചാലോ? അതെ.